അവിടെ നോർമൽ ഫിനിഷ് ചെയ്യുന്ന അവിടെയാണ്. അവിടെ നിന്നിട്ട് താഴോട്ട് റബ്ബർ തോട്ടം വഴി സ്റ്റെപ്സിലേക്കാണ്. അവിടെ ഓടക്കൊല്ലി നെയ്തേക്കുന്ന ഒരു ബോർഡ് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അവിടെ എത്താൻ ഇനി ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. ഇനി ഇതിലോട്ടാണ് ഇതിലൂടെ പോകും. കണ്ട ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ കേട്ടോ. നല്ല രസമുണ്ട്. എനിക്കും അങ്ങോട്ടേക്ക് കർണാടക 4 മൗണ്ടൻ കഴിഞ്ഞുള്ള ബാക്കിയെല്ലാം കർണാടക. ഏകദേശം ഒരു ബോർഡറിലായിട്ട് ഈ സ്ഥലം വരുന്നത്. ഇപ്പം നമ്മളുള്ള കാസർഗോഡ് ജില്ലയിലും പിന്നെ നിങ്ങൾ ആ പാലം ഒരു പാലത്തിൽ കൂടെ അല്ലോ അത് അവിടം വരെ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ കാസർഗോഡ്. അവിടെ കണ്ണൂർ ബോർഡുണ്ട്. ബോർഡുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാ പോകട്ടാ. ഇതിങ്ങനെ മണങ്ങി നല്ല അഡ്വഞ്ചറാണ്. നല്ല വൃത്തിക്ക് മണങ്ങി ആയിട്ട് പോകട്ടാ. മണ്ണ് പറ്റും. മണ്ണ് ഇതിലെ കൂടെ ഒക്കെ വരുമ്പോഴാണ് മണ്ണ് പറ്റും. അതെ അതെ. ഇതൊക്കെ കഷ്ടരാക്കി ഇങ്ങനെ പോകാവുന്ന രീതിയിൽ ഇവിടെയുള്ളത് കേട്ടോ. ശരിക്കും ചെറിയൊരു പോയിന്റുള്ള നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ പോകാട്ടോ. എനിക്ക് എന്താ രസം. സ്ഥലം കയറൂലേ കാണുന്നുണ്ടോ അറിയില്ല. കറക്റ്റ് തല അളവെടുത്ത് വെച്ചോലുണ്ട്. കറക്റ്റ് അളവാണ്. കുഴപ്പമില്ലാത്തവർക്ക് ഇതിലൊക്കെ കുറച്ച് തടി കുറച്ച് കൊണ്ട് ഭാഗ്യം തന്നെ, അല്ലെങ്കിൽ പെട്ടുപോയ കണ്ടാ നമ്മൾ ഇതിലോട്ടേ വന്നിരിക്കുന്നത്. കണ്ടോ തടിയുള്ളൊരു മണങ്ങി വരും. ഇവിടെ കണ്ട മണങ്ങിട്ട് തന്നെ പോകുന്നതാണ്. മണങ്ങി ഇത് എത്രത്തോളം കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് അറിയില്ല. മണങ്ങി തലക്കി നോക്കി. എന്നിട്ട് മസ്റ്റാണ്, മസ്റ്റ് സേഫ്റ്റി ആണ്. എല്ലാം ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് നിർത്തിട്ട് പോവാ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോയി. ഇവിടെ നമുക്കൊരു ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ഇവിടെ കുറെ റെസ്റ്റ് എടുക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് അത്രക്ക് അവർ കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇരിക്കാനുള്ള സേഫ്റ്റി. ഇത് കാസർഗോഡ് ജില്ല കേട്ടാ. ജില്ല ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. ഇത് കാസർഗോഡ് ജില്ല. ഇതൊക്കെ നല്ല രീതിയിൽ കൊടുത്തേക്ക്. പറ്റുന്നൊരു റെസ്റ്റിംഗ് പ്ലേസ്. ശരിക്കും ഇതൊക്കെ നാച്ചുറലാണ് കേട്ടോ. ആരും ആക്കിയതെന്നല്ല. ഇതിൽ നാച്ചുറൽ. ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കമ്പികൾ ഇതൊക്കെ ഉപയോഗിച്ച് കുത്തിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാ വേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. ഗൈഡിനെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവിടെ സംഭവം നാട്ടുകാരനാണ്. ഇങ്ങനെ കയറി വരും. ഇവിടെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എപ്പോഴും സൂക്ഷിക്കുന്ന സർവീസാണല്ലോ. എല്ലാവരും വെള്ളം കുടിച്ചിട്ട് ഇവിടെയൊക്കെയാണ് പ്ലാസ്റ്റിക്. മലയാളികൾ കുറച്ച് ആൾക്കാരുടെ പ്രശ്നമാണ്. കുറച്ച് ആൾക്കാർ ഭയങ്കര കെയറിങ്ങാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നൊരു സംഭവമാണ്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം.
ഇംഗ്ലീഷ് വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നാൽ മാക്സിമം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതെ ഓക്കെ. നമ്മൾ വേറൊരു പോയിന്റിലേക്ക് പോവാണ്. ഇനിയിപ്പോ അടുത്ത പോയിന്റിലേക്കാണ്. ഹെൽമെറ്റും കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കും അല്ലേ? കുറേ ഗൈഡ് നമ്മളിവിടെ അറിയാമല്ലേ? ഇതൊന്ന് പിടിക്കുമോ? സ്പേസിലോട്ടാണ് കയറി പോകുന്നത്. നമ്മളിങ്ങനെ കയറി പോകുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഭയങ്കര ഇതാണ് കിടക്കിടക്ക് പൊട്ടുന്നത്. മണ്ണൊന്നും ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കളറൊന്നും മാറിയല്ലേ. വൈറ്റ് ആയിരുന്നു, അതൊക്കെ കളറ് മാറി. കളറ് മാറി ചെറിയ ഇതിലോട്ട് വന്നാട്ടോ. വലത് സൈഡ് ഒന്നും ഇടത് സൈഡ് അവിടെ തന്നെ ഉണ്ട്. അല്ല ഞാൻ പാലിച്ച് ഈ വഴി തിരിച്ചിറങ്ങുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കൂളായിട്ട് ഇതൊക്കെ പിടിച്ചു തരാം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് ഒരു പിടി കൂടെ വെച്ച് കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കിട്ടിയാൽ അങ്ങനത്തെ പോകും. പക്ഷേ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കയറിട്ട് മുകളിലേക്ക് കയറി പോണം. ഓക്കെ, പോകാം. ഓക്കെ, പോകണേട്ടാ. അയ്യോ, ആദ്യമേ ഒരു അവിടെ ഇരുന്നിട്ട് ആദ്യമേ ഒരു കാല് ഇപ്പുറത്തേക്ക് അറ്റത്തേക്ക് വെച്ചു. എന്നിട്ട് ഇരുന്നിട്ട് ഈ ഒരു ഭാഗം മാത്രമേ ബുദ്ധിമുട്ട് കയറാനുള്ളൂ. ഇത്രയും വന്ന സ്ഥിതിക്ക് ഒരു ബുദ്ധിമുട്ടല്ല അല്ലേ? അതല്ല, ഇത്രയും വന്ന സ്ഥിതിക്ക് ഒന്നും കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, പക്ഷെ കയറി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ചെറിയൊരു പാലം അതുവരെ കണ്ണൂരാണ്. ആ പാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കാസർഗോഡാണ്. ഇത് കാസർഗോഡ് ജില്ലയാണ്. ഓടപ്പള്ളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ല. പുളിഞ്ഞൊപ്പം കണ്ണൂർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഇതാ കിട്ടും കേട്ടോ. അടിപൊളി സെറ്റപ്പ് ഏരിയ.
വേണ്ട ഇതാ ഇവിടുന്ന് നേരെ അയ്യോ ഗൈഡ് വെയിറ്റും ചെയ്യും. നമ്മൾ വേറെ ബുക്കിംഗ് ഒന്നും ആ സമയത്ത് എടുക്കില്ല. വീക്കെൻഡ്സിൽ ഇങ്ങനെ തിരക്ക് വരുള്ളൂ. പിന്നെ ഈ ലീവ് ഉള്ള സമയം ക്രിസ്മസ് പിന്നെ കഴിഞ്ഞ ലീവിനൊക്കെ നല്ല അഡ്വഞ്ചറൊക്കെ അന്നേരമൊക്കെ ആയിരുന്നു തിരക്കുള്ളൂ. ഇപ്പം ഒരു അഡ്വഞ്ചർ വന്നിട്ട് പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് വരുന്നു അങ്ങനെ. പക്ഷെ ഗൈഡ് 5-6 പേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എത്തിയാട്ടോ. ഇതാണ് അടുത്ത നമുക്ക് കോട്ടയം പോയിന്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെറുങ്ങനെ ഇരിക്കാം കേട്ടോ. ചെറുങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോകുന്നവർക്ക് റെസ്റ്റ് എടുത്ത് പോകാം. ശരിക്കും ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഫീസ് ഉണ്ടെങ്കിലും ഇത് നമുക്ക് അധികം വലിയ ഫീസായിട്ട് തോന്നുന്നില്ല. പറയുമ്പോൾ വലിയ ഫീസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ അവരെ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഈ ഗേവിനുള്ളിലോട്ട് നടക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് വലിയൊരു പ്രൈസായിട്ട് തോന്നുന്നില്ല. പിന്നെ വെച്ചാൽ കുറേ ആൾക്കാർ വരുമ്പോൾ പിന്നെ റേറ്റ് കുറയും. നമുക്ക് നമ്മളിപ്പോൾ 2 ആളാണ്. നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. കുറേ ആൾക്കാർ വന്നാൽ ആ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. റേറ്റ് കുറയും. അതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ഇരുന്നിറങ്ങാം. ഇങ്ങനെ ഇരുന്ന് അത് അങ്ങനെ പറ്റും കേട്ടോ. അധികം തല പൊട്ടിച്ചാൽ അവിടെ ഇരുന്ന് ആ കമ്പിയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് ചവിട്ട് ചെയ്യാൻ മതി. അങ്ങനെ അടുത്ത സ്ഥലത്ത് കയറി വരുന്ന കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കയറി വരുന്ന. നല്ല രസമുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് തന്നെയാണ്. അങ്ങനെ പോക്കാണ്. ഇവിടെ എത്തിയാണ് സെറ്റപ്പ് സ്ഥലം. അടുത്ത സ്പോട്ട് പിന്നെ ഒരു 5 മണിയൊന്നും ആയ അഡ്വഞ്ചർ പിന്നില്ല. ഒരു 3 മണി വരെ അഡ്വഞ്ചർ ഉണ്ട്. പക്ഷെ 5-6 മണി വരെ നോർമൽ. കാരണം കയറി ഇറങ്ങുമ്പോൾ ടൈം നല്ല ഇരുട്ടാവും. അതുകൊണ്ട് ഒരാൾ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു റൗണ്ട് ഒരു ദിവസം എത്ര റൗണ്ട് വരും? നമുക്ക് ഗൈഡ് ഒരു ഗൈഡ് 2 തവണയൊക്കെ പോകുള്ളൂ. പിന്നെ വേറെ ഗൈഡിന് മാക്സിമം ആവില്ല. ഇറങ്ങി കഴിഞ്ഞായിരിക്കും. എന്നാലും പിന്നെ കൈകളൊക്കെ വീണ്ടും പോകും. ഇവിടെ നിന്നോട്ടോ. ഇവിടെ നിന്ന് ഇതിലേക്കൂടെ ഇതിലേക്കൂടെയാണ് കുറച്ച് കമ്പി ഒത്തിട്ടുണ്ട്. അന്നേരം മനസ്സിലാവുന്ന ഇവിടെലോട്ടാണ്. ശീലമുണ്ട്. ഇപ്പോ നമ്പർ 2 ടോക്കൺ നമ്പർ 2 പോകുന്നുണ്ട്. കുട്ടേട്ടാ അയ്യ വിചാരിച്ചായിരുന്നില്ല കേട്ടോ. കുറച്ച് ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഗൈഡിന് ബാഗ് ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നുന്നു. വേണ്ട കാണുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ളത് തോന്നുന്നുണ്ട്. പക്ഷെ സിമ്പിളാണ്. അതെ അല്ലേ. അങ്ങനെ അടിപൊളിയാണ്. എല്ലായിടത്തും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഏറ്റവും കൂടുതൽ പോകണം. എല്ലായിടത്തും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അയാൾ കിഴിഞ്ഞിരുന്നൊക്കെ കിഴിഞ്ഞിരുന്നാണ്ട ഫുള്ള് നല്ല വൃത്തിക്ക് തന്നെ കിഴിഞ്ഞിരുന്നുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. പക്ഷേ അത്യാവശ്യം തടി കുറഞ്ഞുകൊണ്ട് നല്ല വൃത്തിക്ക് വരുന്നുണ്ട്. അതാണ് തടിയില്ലാത്ത തീർച്ചയായിട്ടും വരാം. പിന്നെ ഹൈറ്റ് ഉള്ളവർക്ക് തന്നെ ഇരിക്കാൻ സാധ്യത. തടി ഇടിക്കുന്നത്
ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ അവിടെ കയറിപ്പോയി കാല് മാത്രം കാണുന്നുണ്ട്. പാറ കേട്ടോ ഇതൊക്കെ, പാറ കറക്റ്റ്. കയറി സ്പോട്ടിൽ പിടിച്ചു. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഇരുന്ന് കണ്ടില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ ജീൻസ് ഒക്കെ നല്ലതായിരിക്കും അല്ലേ? എന്തോ ജീൻസ് ഒക്കെ ഇട്ട് വരുന്നത് കുറച്ച് ഇരുന്ന് ഇറങ്ങുന്നോണ്ട് മാക്സിമം ടീഷർട്ട് ഇട്ട് വരാൻ ശ്രദ്ധിക്കുക. നമ്മൾ ശരിക്കും ഇത്ര പ്രതീക്ഷയില്ല, അതുകൊണ്ട് നമ്മൾ ഷർട്ട് ഇട്ട് വന്നത്. ഇത് നമ്മളിങ്ങനെ കണ്ട് അറിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഷർട്ട് ഇട്ടാണ് വന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഇത്ര പ്രശ്നം പ്രതീക്ഷിച്ചില്ല. അങ്ങനെയെങ്കിൽ ഒരു ഡ്രസ്സും കൂടി എന്തായാലും കരുതിയാണ്. ഇപ്പോൾ കാര്യമായിട്ട് ഭയങ്കര കിട്ടില്ല, പക്ഷേ അവിടെയൊക്കെ ചളി പറ്റി. വന്നാൽ പറ്റില്ലല്ലേ? അഡ്വഞ്ചർ കയറുന്നുണ്ടെങ്കിൽ മാത്രം വരീനും അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഓക്കെ എങ്ങോട്ടേക്ക് പോയേ കേട്ടോ? എനിക്ക് പറഞ്ഞാൽ ഓക്കെ ഓക്കെ നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടോ നമുക്ക് പറയുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ എത്തിക്കിട്ടിയാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു പാറേൻ്റെ ഒരു മൂലയാണ് പ്രശ്നം. കാണാൻ വലിയ ഡേഞ്ചറാന്ന് കരുതും, പക്ഷേ ഒന്നുമല്ല. ഇതൊക്കെ ചവിട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ചവിട്ടിക്കറാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. കയറി പോകുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് വ്യൂ പോയിന്റ് ഉണ്ടോ നിങ്ങൾ? ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ്. ഓക്കെ, കയറി നോക്കി. കയറി എത്തിയോ? പോട്ടോ. വെയിലൊക്കെ ഇപ്പൊ തിരിഞ്ഞു. ഗുഹനുള്ളില്ല, വെയിലും ഇല്ല, ചൂടും ഇല്ല, ഒന്നുമില്ല. എന്താ സുഖം. റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട. അഡ്വഞ്ചർ തന്നെ സെലക്ട് ചെയ്യുക, കാര്യങ്ങളാക്കുക, വിടുക. ഗൈഡ് അടിപൊളി ഗൈഡാണ്, കാര്യങ്ങളാണ് കറക്റ്റ് പറഞ്ഞതും. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ടേ വിടും. എത്ര വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, ഒരു പ്രശ്നം. ഫുള്ള് മുള്ളായതുകൊണ്ട് അവിടുന്ന് കറക്റ്റ് വ്യൂ കാണാൻ ഇതിലോട്ടങ്ങ് പോവാ. കെട്ടിന്റെ ഉള്ളിലോട്ട് പോകണം തോന്നുന്നു അല്ലേ? നല്ല മുറുക്കകത്ത് പിടിച്ചു. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ഇല്ലേ ശരി. ഗൈഡ് പോകുന്നിട്ടേ
ഇത് പോയി എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. എന്റെ അമ്മേ, ആപ്പുള്ളൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോൺ പിടിക്കുന്ന അത് ശ്രദ്ധിക്കണേ. നേരെ ഒരു കാലം ഇടുമ്പോൾ ബാലൻസ് തെറ്റിയാൽ മറമ്പം പോകും. ഒരു കാലം ഇട്ടിട്ട് ബാലൻസ് തെറ്റിയാൽ മറമ്പം പോകും. നമ്മളേകദേശം ചെയ്ത് കഴിഞ്ഞു. നോർമൽ പുറത്തേക്ക് പോകുന്ന റോഡാണ്. ഇത്തിരി മലകൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറി കളിച്ചത്. ചെറിയൊരു ഹാള് പോലെ ഇത്. അതിൻ്റെ ഉള്ളിൽ കയറി തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. അതല്ല, അങ്ങനെ നമ്മൾ ഫൈനലി ഇതാണ് നമ്മൾ ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. ഇതാ ട്രെയിനിൽ എനിക്ക് ട്രെയിനിൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പോയി താഴെ ഇത് കറക്റ്റ് ലൈറ്റ് ഒക്കെ വേണം കേട്ടോ. ലാസ്റ്റ് സ്പോട്ടാണ് ഇത്. എൻ്റെ ജോലി അയ്യോ, മൊബൈലൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഇവിടെ കേട്ടോ ലാസ്റ്റ് സ്പോട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോകാൻ വഴിയില്ല അല്ലേ? ഇല്ല, വഴികളുണ്ട്, പക്ഷെ നമുക്കത് പുറത്തിറങ്ങുള്ളൂ. ലാസ്റ്റായി. ഇനിയിപ്പോൾ ഇവിടെ എൻഡിങ് ആണ്. എൻഡിങ് മീൻസ് ഈ ഗെയിമിൻ്റെ എൻഡിങ് ആയി. ഫൈനൽ സ്പോട്ട് കേട്ടോ. എന്തെങ്കിലും പറയണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യിക്കാം. നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, പിന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ വേണ്ടവർക്ക് നോർമലി വ്യൂ പോയിന്റ് അവിടെ പോയിട്ട് നമ്മൾ താഴോട്ട് പോകാം. മാക്സിമം വ്യൂ പോയിന്റ് നമ്മൾ കാണിക്കും. മാക്സിമം വ്യൂ പോയിന്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരുന്നത് നല്ലതായിരിക്കും അല്ലേ? വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാര്യം നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാം എങ്ങനെയൊക്കെ കയറി വരണം. ഇവിടെ വന്നിട്ട് അഡ്വഞ്ചർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സും ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഒരുപാട് ഒന്നും പഠിക്കേണ്ട. വീഡിയോയുടെ പേര് പറയാം, പിന്നെ വീഡിയോ എടുക്കാതെ വരുന്നതെന്നും പറയാം. ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു ഇനി നേരെ പുറത്തേക്ക് കേട്ടോ. അങ്ങനെ അവസാനം ഇതാ സ്പോട്ടിലെത്തി. ഇതാണ് ലാസ്റ്റ് സ്പോട്ട് ട്രെയിനാട്ടോ. ഫുൾ എൻഡിങ് ഇതാണ്. ജസ്റ്റ് ഒരു കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ റെസ്റ്റ് എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാം. അതില്ല, നല്ല സെറ്റപ്പാണ്. ഇപ്പോഴും ഹെൽമെറ്റ് മസ്റ്റായിട്ട് ഊരാണ്ടിരിക്കുക. ഹെൽമെറ്റ് ഇടാം, സ്ഥലം നല്ല രീതിയിൽ മുട്ടും. മസ്റ്റ് സേഫ്റ്റി മസ്റ്റായിട്ട് നോക്കും. നമ്മളിതാ പോകുന്നട്ടാ. അല്ലേക്ക് മുട്ടുന്നുണ്ട്. അവസാനത്തെ സ്പോട്ടാണ്. കാണിച്ചു നോക്കിയാൽ ലാസ്റ്റ് നമുക്ക് നല്ല നല്ല ഇതാണ്ടോ. കാണുമ്പോൾ ഭയങ്കര സംഭവം തോന്നും. പക്ഷെ അത്ര വലിയ ഡേഞ്ചർ ഒന്നുമല്ല. കൂളായിട്ട് കയറി പോവാം, ഒരു പ്രശ്നമില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് ആയി ഡയറക്റ്റ് അറപ്പുറത്തോട്ട് അതിലെ കൂടെ താഴോട്ട് പോകുന്നേ ഉള്ളൂ. ഇനി കേവിന്റെ പറഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞു, സംഗതി കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സിറ്റ് ആണ്. എക്സിറ്റ് ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പുറത്തേക്ക് കിടക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വരുക. കാരണം അഡ്വഞ്ചറിന് സിമ്പിളാണ്. കുറച്ച് നല്ല നല്ല ആൾക്കാർ വരിക. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ വരാതിരിക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. 2-3 മണിക്കൂറോ കാണാനുണ്ട്. അതൊന്ന് മസ്റ്റായിട്ട് നോക്കാം. നോർമലി വരുന്ന കീഴാണ് വ്യൂ പോയിന്റ്.
ടൈമിംഗ് ഒന്നുമില്ല അല്ലേ? നല്ല രീതിയിൽ കൊടുത്തേക്ക് മുകളിലൊക്കെ ആണ് നല്ല കമ്പിയൊക്കെ അടിച്ച് വള്ളിലേക്ക് നല്ല രസമാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് സ്റ്റെപ്പൊക്കെ ഡീറ്റെയിലായിട്ട് കയറിപ്പോ നല്ല അഡ്വഞ്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് സേഫ്റ്റിയാണ്. വാട്ടർഫാൾ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ലാത്തതുകൊണ്ട് എന്താ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സംഭവമില്ല അല്ലേ? ഇങ്ങനെ ഉണ്ട്, പക്ഷെ അത് അവിടെ മരം വീണുണ്ടോ അത് ഇത്. ഓക്കെ ഓക്കെ. അവിടെ നോക്കുമ്പോൾ ഇതിലും നോർമൽ വ്യൂ പോയിന്റ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കയറിയെടുത്ത് കുറച്ച് മരത്തിന്റെ താഴെയായിട്ട് ഇതാണ് ഇതിൻ്റെ അവസാനമായ കേട്ടോ. ഇത് നോർമൽ ഇതിൻ്റെ വ്യൂ ആട്ടോ. നോർമലായിട്ട് നമ്മൾ അഡ്വഞ്ചറിൻ്റെ ഇത് മുകളിലാണ്. അവിടെ ഒരു മരം വീണ്ടതുകൊണ്ട് നമുക്ക് അഡ്വഞ്ചറിൻ്റെ വ്യൂ പോയിന്റ് കറക്റ്റ് കിട്ടിയില്ല. അത് 2 ദിവസം കൊണ്ട് ശരിയാക്കുന്നവരോ പറഞ്ഞിരിക്കണം. വേണ്ട ഓടത്തിൽ നാച്ചുറൽ ഗെയിം അടിപൊളി സെറ്റപ്പ് സംഭവം കേട്ടോ. എന്തായാലും വരേണ്ടതാണ്. മാക്സിമം എല്ലാവർക്കും വരുമോ ആണ്. മാക്സിമം നമ്മൾ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ല, ഇത് കണ്ണൂർ ജില്ലയിലോട്ട് വരേണ്ടത്. നമുക്ക് കണ്ണൂർ ജില്ലയിലോട്ട് നമ്മൾ വന്നത് കാസർഗോഡ് ജില്ലയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് ചെയ്ത ലൊക്കേഷനിലെത്തുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും കയറിയത് ഇതാ അവിടെ നിന്നാണ് കേട്ടോ. അതിലോട്ട് കയറി വന്ന് അവിടെ ടിക്കറ്റ് എടുത്ത് നേരെ താഴേക്ക് പോയി കയറി. അങ്ങനെ കയറി ലാസ്റ്റ് മുകളിലോട്ട് കറങ്ങി വന്നതായി റബ്ബർ തോട്ടമൊക്കെ കഴിഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഫുള്ള് പാറയുള്ള സ്ഥലം കേട്ടോ. ഇതാണ് നമ്മളെ ഗൈഡ്. നമ്മളെ പേരെങ്ങനെ? എബിൻ. എബിൻ എന്നാണ് ഗൈഡിന്റെ പേര്. ഇതിലോട്ട് എത്ര ആൾക്ക് വന്നാലും നമുക്കൊരു എത്ര പേര് വന്നാലും കയറ്റാം. പക്ഷെ ഒരു 25 പേര് ഒറ്റ ടൈമിൽ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗൈഡുമായിട്ട് അടുത്ത ടീമിനെ വിടും. ഒരു വലിയ ഗ്രൂപ്പായിട്ട് വന്നാലും കുഴപ്പമില്ല. 25 പേർക്ക് ഒറ്റ ഗൈഡാണോ? 30 പേരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ടൈം എടുക്കുന്ന മെയിൻ പ്രശ്നം. ഒരു ഗ്രൂപ്പിന് ഒരു ഗൈഡ്. 30 പേരായിട്ട് ഒറ്റ ഗ്രൂപ്പ് വന്നാൽ അതിലൊരു ഗൈഡ്. പിന്നെ അവർ കയറി ഇപ്പൊ ഒരു 90 പേരോ 100 പേരോ വരുന്നെങ്കിൽ അവർ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ടീമിനെ വിടും. വലിയ ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിൽ അത് കുറെ ടൈം എടുക്കും. അല്ലാതെ എല്ലാവരും ഒരുമിച്ച് വിടുന്നതിന് കുഴപ്പമില്ല. കുറെ ഗൈഡൊക്കെ വെച്ച്, പക്ഷെ ടൈം ഒത്തിരി എടുക്കും. നമ്മളിപ്പോ 2 പേരായിട്ട് ഏകദേശം നമുക്കൊന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തു. അതല്ലേ? അതുകൊണ്ട് കുറെ പേര് വന്നാൽ നല്ല ടൈം എടുക്കും. പക്ഷെ എന്നാലും നമ്മൾ റിസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ മടുപ്പില്ല. എല്ലാവരും വരാൻ നോക്കുക. എല്ലാവരും അഡ്വഞ്ചർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ല രസമാണ് അഡ്വഞ്ചർ എടുത്താൽ. നോർമൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോർമൽ സിമ്പിളാണ്. എല്ലാവർക്കും ഫാമിലി എല്ലായിട്ട് വന്നാൽ നോർമൽ എടുക്കാൻ സുഖം. നമ്മളിപ്പോൾ ചെറുപ്പക്കാർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഡ്വഞ്ചറിന് എടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വരിക. പിന്നെ മസ്റ്റായിട്ട് സേഫ്റ്റി നോക്കുക. കുറച്ച് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഹെൽമെറ്റ് ഊരണമെന്നൊക്കെ തോന്നിയാൽ റെസ്റ്റ് വെക്കുക. അല്ലാണ്ട് ഹെൽമെറ്റ് ഊരിയിട്ട് നടക്കാൻ യാതൊരു കാരണവശാലും പാടില്ല, തലയടിക്കും. അതൊക്കെ നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഓക്കെ ബൈ, കാണാം.